Hello students, welcome to our next session. We have already studied the working capital finance. Financing of permanent working capital. We have already learned that topic. Then next we have to discuss about working capital finance. Working capital finance for temporary working capital. Financing of temporary working capital. The first one is trade credit. It is familiar for all. Trade credit refers to the credit that a customer gets from supplier in normal course of trade. This deferral of payment is a short-term financing which is called trade credit, which is the most popular type of short-term finance is trade credit. Trade credit is available from the supplier. നമുക്ക് സപ്ലയറിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റിനെയാണ് നമ്മൾ പറയാ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയാ. നമ്മളുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ നമുക്ക് തരുന്ന ക്രെഡിറ്റ് ആണ്. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ഫേംസ്. It contributes nearly about 1/3 of the total short-term financing. ഒരു ഫേം അതിന്റെ ഷോർട്ട് ടൈം ഫിനാൻസിങ്ങിൽ 1/3 ഫിനാൻസ് ചെയ്യുന്നതും ഈ ട്രേഡ് ക്രെഡിറ്റ് വഴിയായിട്ടാണ്. Particularly, small firms are heavily dependent on trade credit as a source of finance since they find it difficult to raise funds from bank and other sources. How the firms dependent upon trade credit? എന്തുകൊണ്ടാണ് ട്രേഡ് ക്രെഡിറ്റിനെ ഫേംസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദ ഫേംസ് ഹെവിലി ഡിപ്പെൻഡന്റ് അപ്പോൺ ട്രേഡ് ക്രെഡിറ്റ് ആസ് എ റീസൺ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റേസ് ഫണ്ട് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ സോഴ്സസ്. ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മണി ലെൻഡേഴ്സിൽ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്മോൾ ഫേംസ് വളരെയധികം 1/3 ഓഫ് ദെയർ ഡെറ്റ് ഈസ് ഫിനാൻസ്ഡ് ത്രൂ ട്രേഡ് ക്രെഡിറ്റ്. Then trade credit is also called spontaneous source of financing. Spontaneous source of financing. പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ്. So it's also known as spontaneous source of financing. Then credit terms. What do you mean by credit terms? The terms followed for providing credit. That is credit terms. Credit provide ചെയ്യുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ടേംസിനെയാണ് ക്രെഡിറ്റ് ടേംസ് എന്ന് പറയാ. This refers to the condition under which the supplier sells on credit to the buyer and the buyer is required to repay the debt. ബയർക്ക് ക്രെഡിറ്റ് സപ്ലൈ ചെയ്യുന്ന സെല്ലർ കൊടുക്കുന്ന ആ ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ പറയാ ക്രെഡിറ്റ് ടേംസ്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ദ റീപേയ്മെന്റ് ഓഫ് ക്രെഡിറ്റ്. അത് തിരിച്ചടയ്ക്കുന്ന കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയുന്നുണ്ടായിരിക്കും. വാട്ട് ആർ ദ ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ട്രേഡ് ക്രെഡിറ്റ്? ഈസിലി അവൈലബിൾ. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അവൈലബിൾ ആകും. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ദെൻ ഇൻഫോർമാലിറ്റി. ഫോർമൽ അല്ല ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ സപ്ലയർ ആണ് തരുന്നത്, ഇൻഫോർമൽ ആണ്. Then accrued expenses and deferred income. Accrued expenses and deferred income. Accrued income, we have already seen the accrued expenses at the liability side of the ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്കറിയാം അക്രൂഡ് എക്സ്പെൻസസിനെ നമ്മൾ ഒരു ലൈബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ലൈബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ എക്സ്പെൻസസ് ടു ബി പെയ്ഡ് ബൈ ദ ഫേം. ഫേം പേ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അല്ലെ, എക്സ്പെൻസുകളാണ്. അതുകൊണ്ടാണ് അതിനെ അക്രൂഡ് എക്സ്പെൻസസ്. പേ ചെയ്യേണ്ടതാണ് ബട്ട് ചെയ്തിട്ടില്ല, അതാണ് അക്രൂഡ് എക്സ്പെൻസസ്. സാധാരണ ഇങ്ങനെ അക്രൂഡ് എക്സ്പെൻസസ് വരിക വേജസ്, സാലറീസ്, ടാക്സ്, ഇൻട്രസ്റ്റ് എക്സെട്ര. The next one, deferred income. Deferred income represents funds received by the firm for goods and services which it has to agree to supply in future. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടില്ല, ബട്ട് ഫ്യൂച്ചറിൽ സപ്ലൈ ചെയ്യാനുള്ള ഗുഡ്സിന്റെ ആ പേയ്മെന്റ് നമ്മൾ മുന്നേ കൂട്ടി റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെഫേർഡ് ഇൻകം. ഫ്യൂച്ചറിൽ പേ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിന് പ്രസന്റ്ലി നമുക്ക് എന്തെങ്കിലും ഫണ്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഡെഫേർഡ് ഇൻകം. വി ഹാവ് ഓൾറെഡി സീൻ ദ അഡ്വാൻസ് പേയ്മെന്റ്. അഡ്വാൻസ് പേയ്മെന്റിനെയാണ് ഈ ഡെഫേർഡ് ഇൻകം എന്ന് നമ്മൾ പറയാം. The next one, bank finance for working capital. First one, overdraft, cash credit, purchasing or discounting of bills, letter of credit, working capital loan. First one, overdraft. Overdraft is a facility. The borrower is allowed to withdraw funds in excess of the balance in his current account up to a certain specified limit during the stipulated period. നമുക്കറിയാം ഒരു ബിസിനസ്മാൻ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണ് കറന്റ് അക്കൗണ്ട്. ഇപ്പൊ കറന്റ് അക്കൗണ്ടിൽ 0 ബാലൻസ് ആണെങ്കിലും ഹി ക്യാൻ വിഡ്രോ മണി ഇൻ എക്സസ് ഓഫ് ദി കറന്റ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ടിൽ ഇല്ല എങ്കിലും അയാൾക്ക് അതിനേക്കാൾ കൂടുതൽ മണി
നമുക്ക് ബോറോ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫെസിലിറ്റിനെയാണ് നമ്മൾ പറയുക ഓവർ ഡ്രാഫ്റ്റ്. ദ ബോറോവർ ഈസ് അലൗഡ് ടു വിഡ്രോ funds in excess of the balance in his current account up to a certain limit during stipulated period. ഒരു particular period വരെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ് ടു എ സർട്ടൻ സ്പെസിഫൈഡ് ലിമിറ്റ് വരെയും അതുപോലെ തന്നെ ഒരു ഇത്ര സ്പെസിഫൈഡ് ആയിട്ടുള്ള ലിമിറ്റ് എമൗണ്ട് വരെയും ആൾക്ക് വിഡ്രോ ചെയ്യാം ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ. Then cash credit. Cash credit is like overdraft. Overdraft പോലെ തന്നെയാണ് cash credit. Cash credit is a short-term source of finance. Under cash credit, the bank offer its customers to take a loan up to a certain limit. Cash credit is also known as bank overdraft. Cash credit എന്ന് പറയുന്നതും ഒരു short-term finance ആണ്. Under cash credit, the bank offers its customer to take up a loan up to a certain limit. ഇവിടെ ബാങ്ക് കസ്റ്റമർക്ക് ഒരു ലോൺ ആണ്, ഒരു സർട്ടൈൻ ലിമിറ്റ് വരെ അയാൾക്ക് ലോൺ എടുക്കാം. ഓവർ ഡ്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ബേസിലാണ്. ക്യാഷ് ക്രെഡിറ്റ് അങ്ങനെയല്ല, സ്റ്റോക്കിന്റെയോ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റിയുടെ ബേസിലാണ് ഈ ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുക. Then features of cash credit. This loan is given to meet the working capital requirements of a company. ഒരു ഫേമിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനാണ് ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. It is given against a collateral security. ഒരു collateral securityയുടെ ബേസിലാണ് ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുക. Interest is charged only on the amount of loan taken by the customer and not the amount of credit sanctioned. എത്രയാണോ അയാള് ലോൺ എടുത്തിരിക്കുന്നത് അതിന്റെ ബേസിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. സാങ്ഷൻ അല്ല, അയാൾ എത്രയാണ് എടുത്തിരിക്കുന്നത് ലോൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അതിന്റെ ബേസിൽ. അതിപ്പോ 10 lakhs ലോൺ ആണ് സാങ്ഷൻ ആയിരിക്കുന്നത്, പക്ഷെ അയാൾ 8 ലക്ഷമാണ് എടുത്തിട്ടുള്ളൂ എങ്കിൽ ലോൺ ടേക്കൺ ബൈ ദ കസ്റ്റമർ അതിന്റെ ബേസിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. ദെൻ പർച്ചേസ് ഓർ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. Under the purchase and discounting of bills, a borrower can obtain credit from bank against its bills. The bank purchases or discount the borrower's bill. The amount provided under this agreement is covered within the overall cash credit or overdraft limit. പർച്ചേസ് ഓർ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ് അവർക്ക് പേ ചെയ്യാനുള്ള ബില്ലുകൾ ഉണ്ടാവും. കസ്റ്റമർ പേയ്മെന്റ് നടത്തിയിട്ടില്ല. ഈ ബില്ലുകൾ വേണമെങ്കിൽ ഈ ഫേമിന് ആർക്ക് സെയിൽ ചെയ്യാൻ പറ്റും? ബാങ്കിന് സെയിൽ ചെയ്യാൻ പറ്റും. ബാങ്ക് പർച്ചേസസ് ഓർ ഡിസ്കൗണ്ട് ദി ബോറോവേഴ്സ് ബിൽ. ബാങ്ക് ആ ബില്ല് പർച്ചേസ് ചെയ്യാണ്, ബോറോവറുടെ ബില്ല് പർച്ചേസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്ത് ബോറോവർക്ക് പേയ്മെന്റ് കൊടുക്കും. The amount provided under this agreement is covered within the overall cash credit overdraft limit. Then letter of credit. Letter of credit is generally used in foreign supplier. It insists the buyer should ensure that his bank will make payment if he fails to fulfill his obligation. ഇപ്പോൾ ഫോറിൻ ട്രേഡിലൊക്കെയാണ് നമ്മൾ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറയുക. ഇപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ പേയ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ, ബയറിന് പേയ്മെന്റ് നടത്താൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ബയറിന്റെ ബാങ്ക് പേയ്മെന്റ് നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറയുന്നത്. പർട്ടിക്കുലർലി ദ ഫോറിൻ സപ്ലയേഴ്സ് ഇൻസിസ്റ്റ് ദാറ്റ് ദി ബയർ should ensure that his bank will make payment if he fails to fulfill his obligation. ഈ ബയർക്ക് പേയ്മെന്റ് നടത്താൻ പറ്റിയില്ലെങ്കിൽ ബയറിന്റെ ബാങ്ക് ആയിരിക്കും പേയ്മെന്റ് നടത്തുക. ആ ഒരു ഉറപ്പ് പലപ്പോഴും സെല്ലേഴ്സ് ആവശ്യപ്പെടും. അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. This is ensured through a letter of credit agreement. Then working capital loan. A borrower may sometimes require funds in excess of the sanctioned credit limit to meet അൺഫോർസീൻ കണ്ടിൻജൻസീസ്. പലപ്പോഴും ബാങ്കിന് അല്ലെങ്കിൽ പലപ്പോഴും ഫേമുകൾക്ക് എക്സസ് ആയിട്ടുള്ള, നമുക്ക് എത്രയാണോ ഇപ്പോൾ ലോൺ പാസ്സായിട്ടുള്ള അതിനേക്കാളും എക്സസ് ആയിട്ട് ചിലപ്പോൾ ആവശ്യങ്ങൾ വന്നേക്കാം. ടു മീറ്റ് അൺഫോർസീൻ കണ്ടിൻജൻസീസ്, ബാങ്ക്സ് പ്രൊവൈഡ് സച്ച് അക്കോമഡേഷൻ ത്രൂ എ ഡിമാൻഡ് ലോൺ അക്കൗണ്ട്. The borrower is expected to pay high rate of interest in such exceptional cases. അപ്പോൾ എത്രയാണോ ലിമിറ്റ് സാങ്ഷൻ ആയി, in some cases the borrower may require additional funds or excess funds in order to meet their unforeseen contingencies. അവരുടെ അൺഫോർസീൻ ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്ത കണ്ടിൻജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി സാങ്ഷൻഡ് ക്രെഡിറ്റിനേക്കാൾ കൂടുതൽ ഫണ്ട്സ് വേണ്ടി വരും. പക്ഷേ they have to pay a high rate of interest in such exceptional cases. Then security for bank finance. What are the security for bank finance? നമ്മൾ എന്തൊക്കെയാണ് സെക്യൂരിറ്റിയുടെ കേസാണ് നമ്മൾ പറയുന്നത്? ഹൈപ്പോതെക്കേഷൻ, പ്ലെഡ്ജ്, മോർഗേജ്, ലീൻ. What is hypothecation? Under this, borrower is provided working capital finance against the security of a movable property. ഏതെങ്കിലും ഒരു മൂവബിൾ സെക്യൂരിറ്റിയുടെ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയിൽ മാത്രമാണ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഹൈപ്പോതെക്കേഷൻ ആണ്. The borrower is provided working capital finance
against the security of a movable property. എന്തെങ്കിലും ഒരു മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയുടെ ബേസിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഹൈപ്പോതെക്കേഷൻ ആണ്. അണ്ടർ ഹൈപ്പോതെക്കേഷൻ the borrower doesn't transfer the property to the bank physically ബാങ്കിലേക്ക് ആ പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യേണ്ട കാര്യമില്ല മണി ബോറോ ചെയ്യാൻ. ഹൈപ്പോതെക്കേഷൻ is a charge against the property where neither ownership nor the possession is passed on to the creditor. ഒരു ചാർജ് മാത്രമാണ് പ്രോപ്പർട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. Then pledge. Under pledge, the arrangement, the borrower is required to physically transfer the possession of the property offered as security to the bank to obtain credit. ബാങ്കിൽ നിന്ന് ലോൺ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ പൊസിഷൻ അത് എന്താ ഫിസിക്കലി ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ. പ്ലെഡ്ജ് എന്നുള്ള അറേഞ്ച്മെന്റിൽ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ബോറോ മണി ഫ്രം ബാങ്ക് ദ പ്രോപ്പർട്ടി ഈസ് ഫിസിക്കലി ട്രാൻസ്ഫർ ടു ദി ബാങ്ക്. ഫോർ എക്സാമ്പിൾ ഷെയർ സർട്ടിഫിക്കറ്റ്, FD സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റ്, ഇതെല്ലാം നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ നമ്മൾ ഒരു ഈട് കൊടുക്കാന്ന് പറയും. അങ്ങനെ ചെയ്തിട്ട് മണി ബോറോ ചെയ്യുന്നതാണ് പ്ലെഡ്ജ്. One is mortgage. Mortgage is the transfer of legal or equitable interest in a specific immovable property for the payment of a debt. Mortgage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ ലീഗൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോർഗേജ് ആണ്. What is lien? Lien is the right of the lender to retain the property belonging to the borrower till he repays the credit. ഇപ്പോൾ ലിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം റൈറ്റ് ആണ്. സെല്ലർ എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെൻഡർ എക്സസൈസ് ചെയ്യുന്ന റൈറ്റ് ആണ്. എപ്പോഴാണോ ബോറോവർ അല്ലെങ്കിൽ ആരാണോ പൈസ റീപേ ചെയ്യാനുള്ളത് അയാൾ റീപേ ചെയ്യുന്നത് വരെ ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് നമ്മൾ ലിൻ എന്ന് പറയുക. ദെൻ കൊമേഴ്സ്യൽ പേപ്പർ. In India, the issue of commercial paper is regulated by the RBI. Only those companies who can issue commercial paper, a company or corporate which has a minimum net worth of 10 crores. 10 crores net worth ഉള്ള കമ്പനികൾക്കാണ് CP ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. And also it should be listed in the stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഫേമുകൾക്ക് മാത്രമേ CP ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. CP is a money market instrument. It is issued with a minimum amount of 5 lakhs. 5 lakhsനൊക്കെയാണ് നമ്മൾ ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പേപ്പറിന്റെ 5 lakhs ആണ്. Who can buy or engage in commercial paper? Any individual borrower, corporate or other financial institution can engage in commercial paper. The next one is intercompany deposit. Intercompany deposit is a deposit made by one company with another company. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് intercompany deposit. Deposit between companies ആണ്. Usually it should be extend for a period up to 6 months. 6 monthsലേക്കാണ് സാധാരണ intercompany depositകൾ നടത്തുക. There are 3 types of intercompany deposit. Cash deposit, 3 months deposit and 6 months deposit. Cash deposit, 3 months deposit and 6 months deposit. Cash deposit എന്ന് പറഞ്ഞാൽ by giving a notice by the lender it should be repayable. ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് റീപേ, ഒരു ദിവസത്തേക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് നമുക്ക് റീപേ ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റുകളാണ് ക്യാഷ് ഡെപ്പോസിറ്റ്. 3 months ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ 3 months. 3 മാസത്തിനുള്ളിൽ ആ ഡെപ്പോസിറ്റ് തിരികെ കൊടുക്കണം. 6 months ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് 6 months ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.